ഹായ് നമസ്കാരം. ഞാൻ ലതിക സകലേഷ്. ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ പെയിനുകളെല്ലാം മാറാൻ നിസ്സാരമായ നമ്മുടെ ഉപ്പ് കൊണ്ട് എങ്ങനെ പറ്റും എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ ഉപ്പാണ്. ഈ ഉപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് നമ്മൾ മുന്നേ ആഹാരത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ലുപ്പാണ്, കഷ്ണം കഷ്ണം പോലെ ഉള്ള ഉപ്പ്. ആ ഉപ്പ് പൊടിച്ചെടുക്കുന്ന പൊടിയാണിത്, നമ്മുടെ മറ്റേ പൊടിയല്ല. ആ പൊടിയും ചിലർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് എളുപ്പത്തിന് അത് ചെയ്യാം. പക്ഷെ കല്ലുപ്പ് പൊടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമുക്കറിയാമല്ലോ, നമ്മുടെ എന്തെല്ലാം പല പല അസുഖങ്ങൾ കൊണ്ട് നമ്മൾ വേദനകൾ അനുഭവിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് വാതരോഗങ്ങളുടെ വേദന എന്ന് പറഞ്ഞാൽ അസ്ഥിയുടെ വേദന ഒരു ഭയങ്കര നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ജോയിന്റിന്, കൈമുട്ട്, ഷോൾഡർ, അങ്ങനെ ശരീരമാസകലം വേദന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കൈയൊന്നും മടക്കാൻ പറ്റത്തില്ല, നൂക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള വേദനകൾ. അങ്ങനെയൊക്കെ ഓരോ തരത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ വേദന അനുഭവിക്കുന്നവരാണ് എല്ലാ ആൾക്കാരും. മിക്ക ആൾക്കാർക്ക് വേദന അനുഭവിക്കാത്ത ആൾക്കാരെ കാണത്തില്ല. ഷോൾഡർ പെയിൻ, കൈ ഇങ്ങനെ പൊക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിനൊക്കെ തന്നെ ഒരു ഉപാധിയാണ് ഇത്. നമ്മുടെ വീട്ടിൽ തന്നെ യാതൊരു പൈസ ചെലവില്ല, ഇത്തിരി ഉപ്പ് വാങ്ങിച്ചു വെച്ചിരുന്നാൽ മതി. പക്ഷെ നമ്മൾ നിസ്സാരമായി കരുതണ്ട, ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉപയോഗിക്കരുത്. സോപ്പ് ഉപയോഗിക്കാതെ നമ്മൾ ഇത് കുറച്ച് ആദ്യം പക്ഷെ ഇതിന് നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇളം ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. വെള്ളം ഒന്ന് ഇളം ചൂടാക്കി വെച്ചതിന് ശേഷം ഒരു മഗ് വെള്ളം നമ്മൾ ആദ്യം കോരി ഒഴിക്കുക. അതിനുശേഷം ഈ ഉപ്പ് പൊടിച്ചത്, ഈ പൊടിയെടുത്ത് നമ്മൾ ദേഹത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ തേക്കാം. നല്ലതായിട്ട് കുറച്ചു നേരം, ഒരു 5 മിനിറ്റ് കൈയുടെ ഈ മുട്ടിന്, കൈമുട്ട്, നമ്മുടെ വിരലിന് ഇവിടെ, റിസ്റ്റ്, നമുക്ക് എവിടൊക്കെയാണോ വേദനയുള്ളത് ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ശരീരമാസകലം തേക്കാം നന്നായിട്ട്. അത് നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ടല്ല തേക്കുന്നത്, നന്നായിട്ട്. ഞാൻ ഉപ്പിൻ്റെത് മിക്കവാറും ചെയ്യാറുണ്ട്. നമുക്ക് നല്ലതാണ്. അതിന് കാരണമുണ്ട്. നമ്മുടെ ബോഡിയിലെ നെഗറ്റീവായ എനർജി എല്ലാം കളയാൻ ഏറ്റവും നല്ലതാണ് ഉപ്പ്. നമ്മുടെ വേദനകൾ മാറുന്നതിനോടൊപ്പം നമ്മുടെ നെഗറ്റീവ് എനർജികൾ മാറി നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുവാനും സാധിക്കും. അപ്പൊ ഈ ഉപ്പ് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, പ്രസ് ചെയ്ത് തന്നെ മസാജ് ചെയ്യുക. നല്ല ക്ലെൻസറും കൂടിയാണ് ഉപ്പ്. ബോഡി കംപ്ലീറ്റ് ക്ലെൻസ് ആവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക. ഒരു നീറ്റൽ അനുഭവപ്പെടും നമുക്ക് ചെറുതായിട്ട് ഉപ്പ് ഇങ്ങനെ പരട്ടി നിൽക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ ആ ഇളം ചൂടുവെള്ളം വെച്ച് തന്നെ സാവധാനം ഒഴിക്കുക, അല്ല സ്പീഡിൽ വെള്ളം ഒഴിക്കാതിരിക്കുക. ചെറിയ രീതിയിൽ മങ്കിൽ വെച്ച് ആ വെള്ളം കോരി ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചൊഴിച്ച് അത് ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വേദനയ്ക്ക് കുറവ് വരും. ഇപ്പൊ നല്ല വേദനയുള്ള ഒരാൾ ചെന്ന് ഒരു ദിവസം ഒന്നും കുളിച്ചെന്നും പറഞ്ഞ് മാറത്തില്ല. വളരെ പതിയെ അത് കുറയും. പക്ഷെ ഒറ്റ യൂസിനെ കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നമുക്ക് ആ ശരീരത്തിന് ആകമാനം ഒരു സുഖം കിട്ടും, ഒരു പോസിറ്റിവിറ്റി കിട്ടും. കാരണം നമ്മുടെ നെഗറ്റീവ് എനർജികളൊക്കെ പോകാൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടിദോഷം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയത്തില്ലേ, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിയുമ്പോൾ, എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ല, എങ്കിൽ തന്നെ ഒരുപാട് പേർക്ക് അത് വിശ്വാസം ഉള്ളതുണ്ട്. സയന്റിഫിക് ആയിട്ട് പ്രൂഫ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പക്ഷെ അതിനും വളരെ നല്ലതാണ് ഈ ദൃഷ്ടിദോഷം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരുങ്ങി പോയി കഴിയുമ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കണ്ണീർ എന്നൊക്കെ പറയത്തില്ലേ, അതിന് വളരെ നല്ലതാണ്. അതെന്താ, ആ നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഈ ഉപ്പുപൊടി വെച്ച് തേച്ച് കഴുകി കളഞ്ഞ് ആ നെഗറ്റിവിറ്റി ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് പോവുകയും ചെയ്യും. യാതൊരു അസ്വസ്ഥതകളും നമുക്ക് ഉണ്ടാവാതെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുപ്പിച്ച് തന്നെ ചെയ്യുക. വേദനയുള്ളവര് അടുപ്പിച്ച് തന്നെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് കഴിഞ്ഞിട്ട് ഉടനെ സോപ്പ് തേക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് സോപ്പ് തേച്ച് തന്നെ കുളിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ആദ്യം സോപ്പ് തേച്ച് കുളിക്കുക, അല്ലെങ്കിൽ രാവിലെ സോപ്പിട്ട് കുളിച്ചതിന് ശേഷം ഈവനിങ്ങിന് ഈ ഉപ്പ് വെച്ച് തേക്കുക. ഒരിക്കലും ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് തേക്കരുത്, അല്ല സോപ്പ് തേക്കരുത്. അപ്പൊ നമുക്ക് കൂടുതൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ 5-6 ദിവസം സോപ്പ് തേച്ചെങ്കിലെങ്കിൽ കുഴപ്പമില്ല. ഇത് തന്നെ നമ്മൾ തേച്ച് നന്നായിട്ട്, അഴുക്കും എല്ലാം പോകുമല്ലോ, പിന്നെ നമുക്ക് സോപ്പിന്റെ ആവശ്യമേ ഇല്ല. കംപ്ലീറ്റ് നമ്മുടെ ജോയിന്റിന് വരെ, ഈ ഭാഗത്തും ഒക്കെ നമുക്ക് എവിടെയാണോ വേദനയുള്ളത് അവിടെ നല്ല പ്രസ് ചെയ്യുക. കാരണം ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ഉപ്പ്. നമുക്കറിയാമല്ലോ, പണ്ട് കാലം മുതലേ നമുക്ക് വേദനയുണ്ടെങ്കിൽ നമ്മുടെ അമ്മാമ്മമാരെല്ലാരും പറയും ഉപ്പ് വെള്ളത്തിൽ കാലി വെക്കുക, അല്ലെങ്കിൽ ടവലും ഒക്കെ ഉപ്പുവെള്ളം ചുറ്റി പിടിക്കുന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ ഇത്. അപ്പൊ ആ ഉപ്പ് വെള്ളം വെച്ച് നമ്മൾ ആ ഉപ്പ് തേച്ച് ഇളം ചൂട് വെച്ച്, പച്ചവെള്ളം ഉപയോഗിക്കരുത്, ഒരു ഗുണവും ഇല്ല. ഇളം ചൂട് വെച്ച് നമുക്ക് കൊള്ളാവുന്ന ചൂടിൽ വെച്ചിട്ട് അത് കഴുകിക്കളയുക.
തീർച്ചയായിട്ടും നമ്മുടെ വേദനകൾ കുറയ്ക്കും. നമ്മൾ എത്ര മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ കഴിച്ചോ, പക്ഷെ മെഡിസിൻ കഴിച്ചിട്ടും വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങളുടെ വേദനയ്ക്ക് നല്ലൊരു പരിഹാരം കാണും. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ അടുപ്പിച്ച് നിങ്ങളുടെ വേദന കുറയുന്നവരെ ചെയ്യുക. അതല്ലാതെ റെഗുലർ ആയിട്ട് ഇത് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴുള്ള നമ്മുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് കയറുന്ന നെഗറ്റിവിറ്റികളെ കളയുവാനും ആ നെഗറ്റീവ് എനർജി കളയുവാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഉപ്പ് നമ്മുടെ ടോയ്ലറ്റിൽ ഒരു പാത്രത്തിൽ ഈ ഉപ്പ് പരലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നത് തുറന്നു തന്നെ വെക്കുക. ഒരു 4-5 ദിവസം 2-3 ദിവസം വെച്ചിട്ട് വീണ്ടും എടുത്ത് മാറ്റിയിട്ട് വെക്കുക. അത് നമ്മുടെ വീട്ടിന്റെ തന്നെ നെഗറ്റീവ് എനർജി കളയാനും എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുവാനും സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നിങ്ങളുടെ വേദനകളൊക്കെ മാറ്റുക, എന്നിട്ട് അതിന്റെ റിസൾട്ട് അറിയുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെ ബൈ.